പ്രൈസലോ കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവജന ഭാഗം വായിക്കും. വെളിപ്പാട് പുസ്തകം 1-16 വാക്യം. അവരുടെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവരുടെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിന്ന് ഇരുവായ്ത്തലയുള്ള അലരിയ മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു എന്നുള്ളതാണ്. ലേരിയ അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയുടെ മഹത്വത്തെ അഥവാ ദൈവമഹത്വത്തെ ഈ ഭാഗത്ത് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ഈ ദൈവത്തിന് കാണാൻ കഴിയും. ലേരിയ ഈ വചനം നമ്മളിൽ ആമേൻ രൂപാന്തരം വരുത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകുന്നത്. ലേരിയ നമ്മുടെ ഉള്ളിൽ മാനസാന്തരം വരാത്തിടത്തോളം കാലം നമുക്ക് ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കാൻ കഴിയില്ല. അതൊരു വചനം നമ്മെ യഥാർത്ഥമായിട്ട് രൂപപ്പെടുത്തിയെടുക്കണം. പ്രൈസലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ എഴുതിയിട്ട് നമ്മളെ ദൈവസന്നിധി പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് വചനം നമ്മളെ യഥാർത്ഥമായി രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുമ്പോൾ അല്ലേരിയ ആ പാപബോധം നമുക്ക് മാനസാന്തരത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. അപ്പൊ നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിന് കൂടുതൽ അടുത്തിരിക്കാൻ കഴിയും. കർത്താവ് യേശുക്രിസ്തുവിനോട് നമ്മൾ അടുത്തിരിക്കുന്തോറും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ നിറച്ചുകൊണ്ടിരിക്കും. അല്ലേരിയ വചനം വായിക്കും കാണുന്നത് പൊതുവായി അല്ലേരിയ കയ്യിൽ ആണ് വാൾ വെച്ചിരിക്കുന്നത്. സാധാരണ മനുഷ്യരെ കാണാമെങ്കിൽ വാൾ ഉപയോഗിക്കുന്നത് കൈകളിലാണ്. ഇന്ന് വാൾ ഉപയോഗിക്കുന്ന അനവധി മതങ്ങളുണ്ട്, വാൾ ഉപയോഗിക്കുന്ന അനവധി സംഘടനകളുണ്ട്, അനവധി പാർട്ടിക്കാരുണ്ട്. വെറുതെ ആണെങ്കിൽ പോലും മനുഷ്യൻ കയ്യിൽ എന്തെങ്കിലും വാളും വടിയൊക്കെ ആയിട്ട് നടക്കും. എന്തിനാണെന്ന് അതിന്റെ ചുമ്മാ ഷോയ്ക്കായാലും കൊണ്ട് നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടും ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൊണ്ട് നടന്നിട്ടും ഒക്കെയുള്ള പ്രായം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അല്ലേരിയ വാള് കൊണ്ട് നടന്നിട്ടില്ലെങ്കിലും വടിയൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ട്. അല്ലേരിയ ഇപ്പൊ സാധാരണ ദിവസങ്ങളിൽ ആ വാളിൽ എണ്ണ തേച്ച് ഉറയിൽ വെക്കുക പതിവാണ്. അപ്പൊ യുദ്ധത്തിന് പോകുന്നൊരു ആ കാലഘട്ടത്തിൽ വാൾ എപ്പോഴും ഉപയോഗിച്ചിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ അവർ യുദ്ധത്തിന് പോകാത്തപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, അവരുടെ വാൾ എണ്ണ തേച്ച് മിനുസപ്പെടുത്തി എപ്പോഴും വെക്കും. അല്ലെങ്കിൽ അതിനാണ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ യുദ്ധത്തിനായി ചെല്ലുമ്പോൾ ആ വാൾ അവരുടെ അരക്കെട്ടിൽ തൂക്കിയിട്ടിരിക്കും. അപ്പൊ യുദ്ധത്തിന് പോകുമ്പോൾ ഈ വാൾ അവരുടെ അരിയിൽ എന്ത് ചെയ്യും, തൂക്കിയിട്ടിരിക്കും. വാൾ ഊരി കൈകളിൽ പിടിച്ച് യുദ്ധം ചെയ്യും അവര്. അല്ലേരിയ അങ്ങനെ ഇത് പഴയ നിയമത്തിൽ ലോകപ്രകാരമുള്ള ചില സംവിധാനങ്ങൾ യുദ്ധങ്ങൾ വരുമ്പോൾ. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്ന അവന്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവവചനത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു ആശ്ചര്യമായ വാളല്ല. കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ കൈകളിൽ ഏന്തിക്കൊണ്ട് നടന്ന വാളും എണ്ണ തേച്ച് മിനുക്കി അവരുടെ ഉറയിൽ അരയിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന വാളും യുദ്ധത്തിനായി പുറപ്പെടുമ്പോൾ എടുത്തുപയോഗിച്ച് മനുഷ്യന്റെ രക്തം ചൊരിയിക്കുന്ന വാളിനെ കുറിച്ചല്ല ദൈവവചനത്തിൽ പറയുന്ന വാൾ. ദൈവവചനത്തിൽ പറയുന്ന വാൾ ദൈവത്തിന്റെ വചനമാണ്. അതിന് ദൈവത്തോളം ശക്തിയുണ്ട്. അതാണ് മനുഷ്യൻ രൂപാന്തരപ്പെടുന്നത്. ആശ്ചര്യമായ വാളുകൾ, മനുഷ്യന്റെ വാളുകൾ മനുഷ്യന്റെ രക്തം ചൊരിയിക്കുന്നതാണ്. അത് മനുഷ്യന്റെ ജീവനെ എടുക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലുള്ള വാൾ മനുഷ്യന്റെ ജീവനെ എടുക്കുന്നതല്ല. ആ വചനം ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനം മനുഷ്യന് നിത്യജീവനെ കൊടുക്കുന്നതാണ്, മാനസാന്തരം നൽകുന്നതാണ്. അല്ലേലൂയ അവനെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. അല്ലേലൂയ സ്തോത്രം. ഇവിടെ ക്രിസ്തുവിന്റെ വാൾ ഉറയിലും ഇല്ല, അരക്കെട്ടിലുമില്ല, അവന്റെ കയ്യിലുമില്ല. ഓർത്തോ, മനുഷ്യന്റെ വാളുകൾ അവരുടെ ഉറയിലും കയ്യിലും അല്ലേലൂയ അരയിലുമായിട്ടാണ് ഇത് കാണുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇരുവായ്ത്തലുള്ള വാൾ എന്ന് പറയുന്ന വചനം യേശുവിന്റെ കയ്യിലും ഉറയിലും അല്ലേരിയ അവന്റെ അരക്കെട്ടിലുമില്ല. അല്ലേരിയ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊരു വലിയ ആശ്ചര്യമായ കാര്യമാണ്. അല്ലേരിയ അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാൾ എന്ന് പറയുന്നത്, ഇരുവായ്ത്തലുള്ള വാൾ എന്ന് പറയുന്നത് അവന്റെ വായിൽ തന്നെയാണ്. അല്ലേരിയ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് തന്നെയാണ് ഇരുവായ്ത്തലയുള്ള വാൾ പോലെയുള്ള വചനം നമ്മളിലേക്ക് അയക്കുന്നത്. പ്രൈസലോ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയട്ടെ, ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ അകപ്പെട്ട് നീ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാൾ പോലെ
ദൈവത്തിന്റെ ദാസന്മാരിലൂടെ നിന്നോട് അറിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നീ രൂപാന്തരപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലുള്ള വാൾ പോലെ മൂർച്ചയേറിയ വാള്. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാകുന്ന വാൾ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് രക്തം ചെയ്യണം. അതിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് വളരെ നമ്മൾ വ്യക്തമായി വായിച്ചു പഠിക്കേണ്ടതാണ്. എബ്രായ ലേഖനം 4-12 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതാണ്. അപ്പം ദൈവവചനം എന്താണ്? ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. സത്യവേദ പുസ്തകത്തിൽ എഴുതി തന്നിരിക്കുന്ന വചനത്തിന് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ചലിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വചനം വേറെ നമുക്ക് കാണാൻ കഴിയില്ല. ജീവനും ചൈതന്യമുള്ള വചനമെന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവവചനത്തിന് മാത്രമാണ്. അതാണ് എബ്രായലേഖനക്കാരൻ പറയുന്നത്, ദൈവത്തിന് വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും, ഭൂമിയിൽ ഇരുവായ്ത്തലുള്ള ഒരുപാട് വാളുകളുണ്ട്, അതിനേക്കാൾ ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേർപിടിക്കുന്നത്, തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു പറയുന്നത്. അപ്പൊ മനുഷ്യൻ കയ്യിൽ കൊണ്ട നടക്കുന്ന എണ്ണ തേച്ച് മിനുക്കിയെടുത്ത വാളല്ല, അവർ ഉറയിലിട്ട് സൂക്ഷിച്ചിരിക്കുന്ന വാളല്ല, അവർ അരിയിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന വാളല്ല, യുദ്ധത്തിനായി കൈകളിലെടുത്ത് രക്തം ചൊരിയിക്കുന്ന വാളല്ല. ഇത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനമാകുന്ന ഇരുവായ്ത്തിലുള്ള വാൾ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് നമ്മുടെ ആത്മാവിനെ സന്ധിവഞ്ചകളെ, ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ, ഭാവങ്ങളെ വിവേചിക്കുന്നുവെന്ന്. അപ്പം ദൈവത്തിന്റെ വചനമാണ് നിന്നെ വിവേചിക്കുന്നത്, നിന്നിൽ രൂപാന്തരം വരുത്തുന്നത്. ഹല്ലേലൂയ. വചനം നിന്നിൽ പ്രവർത്തിക്കുവാൻ നീ അവസരം കൊടുക്കുമ്പോഴാണ് നിനക്ക് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുള്ളൂ. രക്തജയം അതിനെക്കുറിച്ച് പറയുമ്പോൾ ജീവന് ചൈതന്യമുള്ള ആമേൻ വചനം, അല്ലെ ഇരുവായത്തിലുള്ള വചനം, അല്ലെങ്കിൽ മൂർച്ചയേറിയ വാളാകുന്ന വചനം. അതിനെക്കുറിച്ച് നമ്മൾ ചില വേദഭാഗം വ്യാഖ്യാനങ്ങൾ കൂടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവവചനത്തിന് ഇവിടെ വ്യക്തിത്വം കൽപ്പിക്കുന്നു, പ്രവർത്തന ശക്തിയാണ് ആമേൻ ജീവന്റെ മാനദണ്ഡം. ഹല്ലേലൂയ. അപ്പം ദൈവവചനം നമ്മുടെ ചിന്തനങ്ങളെയും പ്രവൃത്തികളെയും, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വിധിക്കുന്നു. മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും അഗാധ തലങ്ങളിലേക്ക് ഈ വചനം കടന്നു എന്ന് അവന്റെ ലക്ഷ്യം, ആഗ്രഹം, ഉദ്ദേശ്യം, ഇച്ഛ എന്നിവയെല്ലാം വേർതിരിച്ച് കാണുന്നു. ഈ ഇരുവായത്തിലുള്ള വാള് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക്, ഹൃദയത്തിന്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന സകലത്തെയും വിവേചിച്ചറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന സകല കാര്യങ്ങളും വിവേചിച്ചറിയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ആ വചനമാണ് നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, ആമേ സ്തോത്രം, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളെ മുഴുവൻ കാണുവാൻ, ഹല്ലേലൂയ, നിങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, യഥാചിതം ആമേ വിലയിരുത്തുവാൻ ദൈവവചനത്തിനാണ് ശക്തിയുള്ളത്. നിങ്ങളെ സദാസമയം വിലയിരുത്തുവാൻ ദൈവവചനത്തിന് ശക്തി. എന്നിട്ട് പറയുന്നത്, നമ്മുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ അനവധി കാര്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ മറന്നു കിടക്കുന്ന അനവധി സംഭവങ്ങളുണ്ട്. നമ്മൾ ഓർക്കാതെ പോയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള സകല സംഭവങ്ങളെയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷയങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ പരാമർശിക്കുന്ന പ്രാണൻ ശാരീരിക ജീവന്റെ കേന്ദ്രമായും ആത്മാവ് ബുദ്ധിപരമായ ചൈതന്യത്തിന്റെ കേന്ദ്രമായും കരുതി പോരുന്നു. ആകയാൽ ഇവയെ തമ്മിൽ വേർതിരിച്ച് എന്ന് പറഞ്ഞാൽ, അല്ലെ, അവയെ തമ്മിൽ വേർതിരിക്കുന്ന കൊല്ലുന്നതിന് സമാനമാണ്. ഹല്ലേലൂയ. വേർതിരിച്ച് കാണാൻ. അപ്പം വചനത്തിന്റെ 5 പ്രത്യേക ലക്ഷണങ്ങളിലൂടെ പറയുന്നുണ്ട്. ജീവൻ, ചൈതന്യം, മൂർച്ചയേറിയ വാള്, അല്ലെങ്കിൽ വിവേചന ശക്തി. അങ്ങനെ വിവിധ നിലകളിലാണ് ദൈവവചനം നമ്മൾ ഇടപെടുന്നത്. അപ്പൊ ഇന്ന് പകരി ദൈവവചനം കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവ്, ഈ വചനം നിന്റെ ഉള്ളിൽ യഥാർത്ഥമായി പ്രവർത്തിച്ചാൽ, ഈ വചനം നിന്റെ ഉള്ളിൽ യഥാർത്ഥമായിട്ട് വന്നാൽ, നിന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന സകല കാര്യങ്ങളും ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ട്, ഹല്ലേലൂയ, ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. രക്തജയം.
നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറണം. നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാവിലുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാൻ യേശുവിനെ കാണുന്നത് അവന്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാൾ ഹല്ലേലൂയ പുറപ്പെടുന്നു. അത് യോഹന്നാനോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ സ്നേഹിത, ഈ വചനം നിങ്ങളോട് ഇന്ന് പകൽ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറയിലും വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. വചനത്തിന് മാത്രമേ നിങ്ങളെ പണിതെടുക്കാൻ കഴിയുള്ളൂ. വചനത്തിന് മാത്രമേ നിങ്ങളെ പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. വചനത്തിന് മാത്രമേ നിങ്ങൾക്ക് പാപബോധം വരുത്തത്തുള്ളൂ. അവിടെ 2 കൊരിന്ത്യർ ലേഖനം 5:17 വാക്യമൊക്കെ വായിച്ചത് എന്താണ് കാണുന്നത്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ലോകത്തിലായിരിക്കുന്ന ലോകമനുഷ്യൻ ഹല്ലേലൂയ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത സകല മനുഷ്യൻ ലോകമനുഷ്യൻ എന്നാണ് വിളിക്കുന്നത്. ലോകത്തിലുള്ളവൻ. അവൻ ലോകപരമായ ചിന്തയിൽ ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിൽ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനാണ്. അപ്പം ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നവരാണ് ലോകമനുഷ്യൻ. എന്നൊരു ആത്മീയൻ എന്ന് പറയുന്നത് ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാതെ, ലോകപ്രകാരം ചിന്തിക്കാതെ, ലോകപ്രകാരം ജീവിക്കാതെ അവൻ ആത്മീയമായി ഇത് ചിന്തിച്ച് ആത്മീയ ജീവിതം നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് ഇരുവായ്ത്തലയുള്ള ഈ മൂർച്ചയേറിയ വാൾ നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കണം. തമ്മിൽ വേർതിരിച്ച് കഴിയുമ്പോഴാണ് നമുക്കൊരു പുതിയ മനുഷ്യനാകാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. അപ്പം നീ രൂപാന്തരപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കും. വചനം നിന്റെ ജീവിതത്തിൽ നിന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുമ്പോൾ പഴയതിനെയെല്ലാം മറന്നിട്ട് നീ പുതിയ മനുഷ്യനാകുന്നു. ഹല്ലേലൂയ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ മനുഷ്യൻ. പഴയത് കഴിഞ്ഞുപോയി. അതിനെല്ലാം കാരണഭൂതൻ ദൈവം. നീ പുതിയതായി തീരുന്നു. എല്ലാത്തിനും കാരണഭൂതൻ ദൈവമാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങളൊരു പുതിയ മനുഷ്യനായി ജീവിക്കണം. നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളയണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നാം വസ്ത്രം ധരിക്കുന്നവരാണ്. നാം വസ്ത്രം ധരിക്കുമ്പോൾ ഏറ്റവും ബോഡിയുള്ള വസ്ത്രം, ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം, ഏറ്റവും നല്ല നിറമുള്ള വസ്ത്രം, ചെളിപൊള്ളാത്ത വസ്ത്രം, ദുർഗന്ധങ്ങളില്ലാത്ത വസ്ത്രം ധരിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദുർഗന്ധം വമിച്ച വസ്ത്രമിട്ട് ജനത്തിന്റെ നടുവിലൂടെ പോയാൽ മറ്റു മനുഷ്യർക്ക് ഇടർച്ചയാണ്. ചെളിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ജനത്തിന്റെ ഇടയിലൂടെ നടന്നാൽ നിങ്ങളുടെ ഷർട്ടിൽ, നിങ്ങളുടെ വസ്ത്രത്തെ പറ്റിയും ചെളികളെ കുറിച്ച് അവർ വിമർശിക്കും, നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരും. നിങ്ങളുടെ വസ്ത്രം കീറിയതും മുഷിഞ്ഞതുമാണെങ്കിലും അത് നിങ്ങൾക്ക് പരാജയമാണ്, നിങ്ങൾക്ക് ലജ്ജ തോന്നും. എന്ത് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ മാറി നിങ്ങൾ പുതിയ വസ്ത്രം ധരിക്കും. അല്ലെങ്കിൽ ആ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ജീവിത പാപരൂപങ്ങൾക്കെല്ലാം മാറ്റം വരിക. അതേപോലെയാണ് പ്രിയ സ്നേഹിത, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പുതിയ മനുഷ്യനായി തീരുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. മുമ്പ് നിങ്ങളെ കണ്ടവർ പറയും, എന്താണ് അവനിലൊരു മാറ്റമുണ്ടല്ലോ, അവരിൽ എന്തോ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടെന്ന് മനുഷ്യൻ പറയണമെങ്കിൽ നീ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കണം. രക്തജയം. വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ പുതിയ മനുഷ്യനായി ജീവിക്കാൻ കഴിയുള്ളൂ. പുതിയ മനുഷ്യനായി ജീവിക്കുന്നവൻ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ രൂപാന്തരം വന്നവൻ, ആ ഇരുവായത്തിലുള്ള വാൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കപ്പെട്ട് ആ വചനത്താൽ ലോകത്തിൽ നമ്മെ വേർതിരിച്ച് ലോകമനുഷ്യനെ നമ്മൾ കൊല്ലുകയാണ്. അപ്പോൾ വചനം എന്ത് ചെയ്യുന്നു? നമ്മളിലുള്ള ലോകമനുഷ്യനെ കൊന്നിട്ട് നമ്മളിലേക്ക് ആത്മീയ മനുഷ്യനെ കൊണ്ടുവരിക. ആത്മീയ മനുഷ്യനായി നീ മാറിക്കഴിയുമ്പോൾ പിന്നെ നിന്റെ ശരീരത്തിൽ, ജീവിതത്തിൽ, നിന്റെ നാവിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ കേൾവിയിൽ, നിന്റെ കൊടുക്കൽ വാങ്ങലില് ഒക്കെ പാപം വസിക്കത്തില്ല. പിന്നെ ലോകത്തിന്റെ ഒരു വെറുക്കൂത്തിലേക്ക് നീ പോകത്തില്ല. ഇവിടുത്തെ മദ്യപാനത്തിനോ വെറുക്കൂത്തിനോ, ഇവിടുത്തെ അമേരിക്ക രാഷ്ട്രീയക്കാരുടെ പിന്നാലെയോ, തീവ്രവാദികളോ, ഭീകരവാദികളോ, വർഗീയവാദികളോ പിന്നാലെ നീ പോകത്തില്ല. ഇവിടുത്തെ ദ്രവ്യത്തിനും ദ്രവ്യാഗ്രഹത്തിനും വേണ്ടി നീ പോകത്തില്ല. മദ്യപാനത്തിന് വെറുക്കൂത്തിനുള്ള ജട്ടികമായ ദുർനടപ്പ്, വ്യഭിചാര ജീവിതത്തിലേക്ക് നീ പിന്നെ പോകത്തില്ല. കാരണം നീ പുതിയ മനുഷ്യനാ. അല്ലേ? പുതിയ മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കണം. അല്ലേ? ഈ ഭൂമി ലഭിക്കുന്ന ജീവിതം മുഴുവൻ, ആയുസ് മുഴുവൻ, അല്ലേലൂയ. ഒന്നും കൂടെ പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരെ നമ്മൾ യേശുവിനോട് ചേർന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ്
ഈ ദൈവത്തിന്റെ വചനം, ജീവന് ചൈതന്യമുള്ള വചനം, ഇരുവായത്തുള്ള മൂർച്ചയുള്ള വചനം നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്. നമുക്ക് ഈ വചനമൊക്കെ നമുക്ക് ഈ വചനം ലഭിക്കുന്നതിന് മുമ്പ് അല്ലേ, നമ്മൾ ഈ വചനം വായിച്ചിപ്പോൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ വചനം എഴുതാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഹാനോക്കിന്റെ കാലഘട്ടം നിങ്ങൾ പഠിക്കണം. ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു പുതിയ മനുഷ്യനായി. ഹാനോക്കിന് ആമ 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹനെ ജനിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. മെഥൂശലഹനെ ജനിപ്പിച്ച ശേഷം 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കുടുംബജീവിതം നയിച്ചു. കുടുംബമുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, കൊച്ചുമക്കളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് ഹാനോക്കിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 5:21 തൊട്ട് 25 വരെ 4 വാക്യത്തിനകത്ത് ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ആ മനുഷ്യൻ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നാണ്. അല്ലേലിയ. ഓർത്തും ആ പുതിയ മനുഷ്യൻ. അല്ലേലിയ. അപ്പൊ എന്നെ കേൾക്കുന്ന പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തിയെടുക്കണം. നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയെ, കുടുംബമായി മുന്നോട്ട് പോകുന്ന, നിങ്ങൾക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് എങ്കിൽ തന്നെയും ആമീൻ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം. ഹാനോക്കിന് വെളിപ്പെടുത്തി കൊടുക്കാത്ത ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഹാനോക്കിനെ പഴയ നിയമം നമുക്ക് മാതൃകയാക്കി വെച്ചിരിക്കുന്നു. എന്തിനാണ്? നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാനോക്ക് സ്വർഗത്തിലുണ്ട്. നിങ്ങൾ സ്വർഗത്തിലുണ്ടാകുമോ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ നിങ്ങൾ എടുക്കപ്പെടുമോ? നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ നിത്യതയിൽ കാണുമോ? ഹല്ലേലൂയ. ഈ 2 ഭാഗങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ മരിച്ചാൽ നിത്യതയിൽ ഉണ്ടായിരിക്കും, അഥവാ കർത്താവിന്റെ വരവാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ എന്റെ കർത്താവിനോട് എടുക്കപ്പെടും. ഈ ഒരു ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരണം. ആ ഒരു 2 ചിന്തയിൽ, അങ്ങനെയുള്ള ചിന്തകളിൽ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് ഹല്ലേലൂയ നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് വസിപ്പാൻ നിത്യതയിൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിയുള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തി, നിത്യജീവൻ നഷ്ടപ്പെടുത്തി ഈ ലോക കർത്താവിന് വേണ്ടി ജീവിക്കണം, യേശുവിന്. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവനാണ്. ഹല്ലേലൂയ. ഈ നിത്യജീവൻ പ്രാപിക്കുന്നതിനോളം ഭാഗ്യമുള്ള ഒരു അനുഭവം വേറെയില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വാൾ ഒന്നാമതായി വചനത്തെ കുറിക്കുന്നു. രണ്ടാമതായി അത് ആത്മാവിന്റെ വാളായി പറയുക. മൂന്നാമത് അഭിഷേകത്തിന്റെ വാളാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനമാകുന്ന ഇരുവായത്തിലുള്ള വാളെന്ന് പറയുന്നത്, ഒന്ന് അതിനെ ദൈവവചനത്തെ കുറിച്ച് പറയുന്നത്, 2 ആത്മാവിന്റെ വാൾ, 3 അഭിഷേകത്തെ കുറിച്ചാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് അല്ലെങ്കിൽ നൽകി തരികയാണ്. യേശു കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായത്തിലുള്ള വാള്, ഇരുവായത്തിലെ പോലെയുള്ള മൂർച്ചയേറിയ വാൾ, ആ വാളിന് സമാനമായ വചനത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിന്റെ വചനപ്രസംഗം നെറ്റിന് ചില കംപ്ലൈന്റുകളുണ്ട്. ആ ചില തടസ്സങ്ങൾ നേരിട്ട് നിങ്ങൾ വളരെ സദയം ശ്രമിക്കുക. നെറ്റിന്റെ കംപ്ലൈന്റുകളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, വേദവചനങ്ങൾ, വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെല്ലാം ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ്, സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സിന്റെ ശുദ്ധീകരണത്തിന്, ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്, ശരീരത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്, നമ്മെ നിത്യത്തിലേക്ക് നടത്തുന്നതാണ്. അല്ലെങ്കിൽ ജീവന്റെ വഴി നമുക്ക് കാണിച്ചു നൽകുന്നതാണ് വചനം. നേരായ പാതയിലൂടെ നടക്കുവാൻ നമ്മളെ ഉപദേശിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പം ദൈവത്തിന്റെ വചനം ഇരുവായത്തിലുള്ള വാൾപ്പോളം മൂർച്ചയേറിയതെന്ന് പറയുമ്പോൾ ആ വചനമാണ് നമ്മളെ ഉപദേശിച്ചെന്ന് നടക്കേണ്ടുന്ന വഴിയിലൂടെ നടത്തുന്നത്. ഹല്ലേലൂയ. ഈ വചനമാണ് എല്ലാ നിലയിലും നമ്മെ യഥാസമയം കൊണ്ട് നടക്കുന്നത്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ജീവിത ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേർപിടിക്കുവരെ തുളച്ചു ചെല്ലുന്നു, ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു എന്ന് പൗലോസ് എബ്രായ വിശ്വാസികളോട് പറയുമ്പോൾ,
ഹല്ലേലൂയ. എബ്രായ വിശ്വാസികൾ അവർ തങ്ങൾ വിട്ടുപോകുന്ന മതങ്ങളും ആചാരങ്ങളും അവരുടെ മതത്തിൻ്റെതായ എല്ലാ ആഡംബരങ്ങളും അവരെ കൊണ്ടു നടന്ന മതപുരോഹിതന്മാരുടെ വേഷഭൂഷാദികളും പ്രച്ഛന്ന വേഷധാരികള് ആയിരുന്ന അവരുടെ ആ മഹത്വമൊക്കെ എബ്രായ വിശ്വാസികൾ കണ്ടപ്പോൾ, ഹല്ലേലൂയ, അവർക്ക് പഴയതിലേക്ക് മടങ്ങിപ്പോകണമെന്നൊരു തീരുമാനം. ഹല്ലേലൂയ. പഴയതിലേക്ക് മടങ്ങിപ്പോകണമെന്ന് അവരുടെ ഉള്ളിൽ തീരുമാനം വന്നപ്പോൾ തന്നെ അവരുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചിന്തകളെ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ പൗലോസിൽ വെളിപ്പെടുത്തിയിട്ട് പൗലോസിൽ കൂടെ എബ്രായ വിശ്വാസിയോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പിന്മാറ്റ സ്വഭാവത്തെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം തിരിച്ചറിയുന്നു, ദൈവാത്മാവ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ സന്ധിമനുഷ്യങ്ങളെ വേർപിടിക്കുന്ന തുളച്ചിയിൽ ഈ വചനം നിന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം വന്ന് നിന്റെ പിന്മാറ്റ അവസ്ഥയെ ചികിത്സിച്ച് ഭേദമാക്കുമെന്ന് ഈ വചനം. ഹല്ലേലൂയ. അപ്പൊ എബ്രായ വിശ്വാസികൾ പറയുക അവരുടെ പിന്മാറ്റത്തെ കണ്ടുകൊണ്ടും കൂടെ പൗലോസ് ഈ വചനത്തിലൂടെ അവരോട് സംസാരിക്കുകയാണ്. കാരണം അവരെ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും, ഹല്ലേലൂയ, ഈ വചനം നിന്റെ ഉള്ളിൽ പിന്മാറ്റാവസ്ഥയെ മടങ്ങിക്കൊണ്ടുവരും. യഥാർത്ഥത്തിൽ നീ അനുദപിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പശ്ചാത്തപിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിലെ പിന്മാറ്റ അനുഭവത്തെ ദൈവാത്മാവ് മാറ്റിയിട്ട് വീണ്ടും ദൈവം നിങ്ങളെ ദൈവത്തിലേക്ക് മടക്കി വരുത്തും. പ്രൈസലോ. മനുഷ്യന്റെ ജീവിതം എന്ന് പറയാൻ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നിറയപ്പെട്ട അനവധി സംഭവങ്ങളുണ്ട്. മറ്റു മനുഷ്യരോട് പറയാത്തതും മറ്റു മനുഷ്യർക്ക് വെളിപ്പെടാത്തതും നിങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതുമായ അല്ലെങ്കിൽ അനവധി സ്വഭാവങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നല്ല സ്വഭാവമാകാം, പാപ സ്വഭാവങ്ങളാകാം. അല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ലെങ്കിലും പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചറിയുന്നു. നിങ്ങളുടെ ഉള്ളിലെ സ്വഭാവങ്ങളെ കുറിച്ച് അറിയുന്നവൻ യേശുവാണ്. അതുകൊണ്ടാണ് ആ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ, ചീത്തയായതിനെ പുറത്ത് കളഞ്ഞിട്ട് നല്ലതിനെ നിങ്ങളിൽ പ്രതിഷ്ഠിക്കും പുനഃസ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ആത്മാവിന്റെ വാളാകുന്ന വചനം നിങ്ങളെ ശോധന ചെയ്യുന്നത്. പ്രൈസലോ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആ ദൈവത്തിന്റെ വചനത്താൽ ശോധന ചെയ്ത് വചനത്താൽ നിങ്ങൾ രൂപാന്തരം വന്ന് വചനത്താൽ വിവേചിക്കപ്പെട്ട് നിങ്ങളൊരു പുതിയ മനുഷ്യനായി തീരാതെ, അല്ലെങ്കിൽ പഴയതിനെ നിങ്ങൾ ഉപേക്ഷിക്കാതെ നിങ്ങൾക്കൊരിക്കലും നിത്യതയിലെത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ എത്ര വലിയ സൗന്ദര്യമുള്ളവനായി എന്നാലും ജനപ്രിയ നായകനായിരുന്നാലും, ഹല്ലേലൂയ, നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ ഈ വചനത്തിലൂടെ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം, മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കണം, രക്ഷ പ്രാപിക്കുന്നവൻ, മാനസാന്തരപ്പെടുന്നവൻ, വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ, ദൈവകൽപ്പന പ്രമാണിക്കുന്നവൻ, വിശുദ്ധിയുടെ വേഷം ധരിച്ചാൽ പോലെ വിശുദ്ധി ഉള്ളിലുണ്ടാകണം. അങ്ങനെ വിശുദ്ധി ഉള്ളിൽ പ്രാപിച്ചവന് മാത്രമേ നിത്യതയിലെത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ വെച്ച് നിത്യമായ നരകത്തിലേക്ക് പോകും. അപ്പൊ നിങ്ങളെ ഈ വചനം രൂപാന്തരപ്പെടുത്തുമ്പോൾ, പാപബോധം വരുമ്പോൾ, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന തെറ്റായ ചിന്താതികളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി വെക്കും. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരുള്ളവർക്ക് മാത്രമേ ആ ദൈവസന്നിധി ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാലാഖിയുടെ പുസ്തകം 3:16 തൊട്ട് നിങ്ങൾ വായിക്കണം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്നവിടെ എഴുതിയിട്ടുണ്ട്. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ സ്മരണയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രക്തം ചെയ്യും. അതേ കർത്താവ് യേശുക്രിസ്തു ന്യായം വിധിക്കുന്ന നാളിൽ ജീവപുസ്തകത്തിൽ പേരുണ്ടോ എന്ന് ദൈവം തന്റെ പുസ്തകം, സ്മരണയുടെ പുസ്തകം തുറക്കുമ്പോൾ, ജീവപുസ്തകം തുറക്കുമ്പോൾ നിന്റെ പേരവിടെ കാണുന്നില്ലെങ്കിൽ നീ നിത്യമായ നരകത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്നാണ്. ഹല്ലേലൂയ. ഈ തീപ്പൊയ്യ എന്ന് പറയുന്നതും അല്ലെങ്കിൽ നരകമാണ്. അപ്പൊ ഈ നരകത്തിൽ കടന്നിരുന്ന നരകയാതന അനുഭവിക്കാതെ, ഹല്ലേലൂയ, നരകത്തിൽ കടന്നിരുന്ന സകല ദുഷ്ടന്മാരോടും കൂടെ കെടാത്ത തീരും ചാകാത്ത പുഴുവിനകത്തും കിടന്ന് നിന്റെ നിത്യത മുഴുവൻ നീ കഷ്ടം സഹിക്കാതെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതിനു മുമ്പേ നീ എന്ത് ചെയ്യണം? യേശുവിനെ സ്വന്തം പിതാവുമായി സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശിയായി മാറണം. ഹല്ലേലൂയ.
അപ്പൊ നരകം ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തിൽ ആരും കാണത്തില്ല. എല്ലാവരും നരകത്തിലല്ല, അവൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായത്തിലുള്ള മൂർച്ചയേറിയ വാൾ നിന്റെ ആത്മാവിനെയും സന്ധിമനസ്സുകളെയും വേറെ തുളച്ചു ചെന്ന് ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയൊക്കെ വിവേചിച്ച് നിന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പാപത്തിന്റെ പ്രവൃത്തികളെ മുഴുവൻ പുറത്തെറിഞ്ഞു കളഞ്ഞ് നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ നീ ധരിക്കണം. ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ, ക്രിസ്തുവിനോട് അനുരൂപമായി പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. രക്തം ചെയ്യണം. അല്ലേരിയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പാപിയാണ്. അല്ലേരിയ. നീ പാപത്തിൽ ജനിച്ചവനാണ്, പാപത്തിൽ ജനിച്ചവളാണ്. നിന്റെ ശരീരത്തിന്റെ ജീവിതത്തിന്റെ മനസ്സിൽ പാപം കുടികൊള്ളുന്നു, പാപം വസിക്കുന്നു. അല്ലേരിയ. നിങ്ങൾ പറയും, ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ പാപം ചെയ്യുന്നില്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല, പിടിച്ചുപറിക്കുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, കള്ളം പറയുന്നില്ല, കൊള്ളപ്പലിശ വാങ്ങുന്നില്ല, ദിവ്യാഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞാലും നിന്റെ ഉള്ളിൽ ഓരോന്നും ഉണ്ടെന്നാണ്. നീ അറിയാത്ത ഒരുപാട് പാപ സ്വഭാവങ്ങൾ, ജന്മപാപങ്ങളൊക്കെ നിന്റെ ജീവിതത്തിലുണ്ട്. അതിൽ നീ പുറത്തു വരണം. പ്രൈസോ. അപ്പം അവൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാൻ, അല്ലേലൂയ, ആമൻ യേശുവിന്റെ ശിഷ്യനായി തീരുന്നതിന് മുമ്പ്, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി മാറുന്നതിന് മുമ്പ്, അല്ലേലൂയ, യേശു അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വിളിച്ച് വേർതിരിക്കുമ്പോൾ ലോക മനുഷ്യനായിരുന്നു. ലോക മനുഷ്യനായിരുന്ന യോഹന്നാനെയാണ് ദൈവം വിളിച്ച് അപ്പോസ്തല പദവി കൊടുത്തത്. അപ്പോസ്തലനായി യേശു ക്രിസ്തുവിനോട് കൂടെ 3.5 വർഷം ശുശ്രൂഷ അനുഭവിച്ച യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാന ശേഷമായി ആമൻ ചക്രവർത്തിമാരാൽ നാടുകടത്തപ്പെട്ടു. ആ നാടുകടത്തപ്പെട്ട ആ യോഹന്നാനാണ് പറയുന്നത്, കർത്താവിന്റെ വചനം, അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും ഇരുവായത്തിലുള്ള വാൾ പോലെ മൂർച്ചയേറിയതാണെന്ന്. എന്റെ ഏരിയ അതേപോലെ ഈ വചനമാണ് രൂപാന്തരപ്പെടുന്നത്. ഞാനിത് പറയുമ്പോൾ ഈ ദൈവവചനം എനിക്ക് ഒരുപാട് മാറ്റം തന്നിട്ടുണ്ട്. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്റെ ഉപബോധ മനസ്സിൽ മറഞ്ഞു കിടന്നിരുന്ന എന്റെ ജീവിതത്തിന്റെ രഹസ്യ പാപങ്ങളെ മറ്റാരോടും പറയാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന പാപത്തിന്റെ ചിന്തകളെ എല്ലാം എന്നിൽ ഉണർത്തിയത്, അത് ഏറ്റു പറയുവാൻ, അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ പാപത്തെ കൊന്നുകളഞ്ഞു, ലോകമനുഷ്യനെ കൊന്നുകളഞ്ഞിട്ട് ഒരു ആത്മീയ മനുഷ്യനെ എന്നിൽ പുതുക്കിയെടുത്ത ഒരു ആത്മീയ മനുഷ്യനായി തീർത്തെടുത്തത് ഈ ദൈവത്തിന്റെ വചനമാണ്. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ഉള്ളിലെ ലോകമനുഷ്യനെ നീ കൊല്ലണം. അല്ലേരിയ. നിന്റെ ഉള്ളിലെ ലോക മനുഷ്യനെ നീ കൊന്നാൽ അമ്മായിയമ്മ മരുമോളോട് പോരാടത്തില്ല, മരുമോൾ അമ്മായിയമ്മയോട് പോരാടത്തില്ല, അപ്പനും മക്കളും തമ്മിൽ പോരാട്ടം ഉണ്ടാകത്തില്ല, ആമി കുടുംബ സ്വത്തിന് വേണ്ടി കലകൊണ്ടാകത്തില്ല, മദ്യശാപ്പി പോയിരിക്കത്തില്ല, ബാറിൽ പോയി ബീവറേജ് പോയിരിക്കത്തില്ല, കള്ളു കുടിച്ച് വഴി ആട്ടി നടക്കത്തില്ല, ചീത്ത വിളിക്കത്തില്ല, ഭാര്യ അടിക്കത്തില്ല, മക്കളെ അടിക്കത്തില്ല. വലിയ യഥാർത്ഥമായി നിന്റെ ഉള്ളിൽ രൂപാന്തരം വന്നു കഴിഞ്ഞാൽ നീ സൗമ്യനായ മനുഷ്യനായി മാറും. അല്ലേരിയ. വചനം നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നീ അതിരാവിലെ എഴുന്നേറ്റ് നീ മുറ്റത്തിറങ്ങി നിന്റെ അയൽവാസിയെ കാണുമ്പോൾ അവരുള്ള ചുരുക്ക് നീ അസഭ്യം ചീത്ത വിളിച്ചു പറഞ്ഞവരോട് പ്രതികാരം തീർക്കുന്നത്. വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ അയൽവാസി നീ രാവിലെ എഴുന്നേറ്റ് കാണുമ്പോൾ അയൽവാസിയോട് സ്നേഹത്താൽ സംസാരിക്കും. അല്ലേരിയ. നിന്റെ ഉള്ളിൽ വചനമില്ലാത്തതുകൊണ്ട്, നിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കാത്തതുകൊണ്ട്, നീ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെടാത്തവനായതുകൊണ്ട്, ലോക മനുഷ്യനായി ജീവിക്കുന്നത് കൊണ്ടാണ് സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാപിതാവി, നിന്റെ മുമ്പിൽ താമസിക്കുന്ന അയൽവാസി നീ ചീത്ത വിളിക്കുന്നത്, അസഭ്യം വിളിച്ചു പറയുന്നത്. കാരണം നിന്റെ ഉള്ളിൽ ദൈവമില്ല. ഒരുപക്ഷെ നീ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ഭക്തിയുടെ വേഷമൊക്കെ ധരിച്ച് എന്നും പള്ളിയിൽ പോകുന്നവളായിരിക്കാം. പക്ഷെ നിന്റെ ഉള്ളിൽ ക്രിസ്തു ഇല്ലെങ്കിൽ, അല്ലേരിയ, നീ വെറും ലോക മനുഷ്യനാണ്. അല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ലോക മനുഷ്യനെ കൊന്നിട്ട് നിന്റെ ഉള്ളിൽ ആത്മീയ മനുഷ്യൻ ജനിക്കണം. നീ ഒരു ആത്മീയനായി മാറണം. അല്ലേരിയ. എങ്കിൽ മാത്രമേ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അല്ലേരിയ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ, മറ്റുള്ളവരോട് ശ്രമിക്കാൻ കഴിയാതെ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ, അവരോട് കരുണ കാണിക്കാൻ കഴിയാതെ, അവരോട് സന്തോഷം സംസാരിക്കാൻ കഴിയാതെ, അവരോട് സമാധാനം ആചരിക്കാൻ കഴിയാതെ എന്തെല്ലാം വിധത്തിൽ നീ പ്രാർത്ഥനയിൽ പോയാലും പ്രാർത്ഥിച്ചാലും അത് ദൈവം കേൾക്കുന്നില്ല. അത് ദൈവത്തിന് പ്രസാദമല്ല. ലരി. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുമുതുക്കി രൂപാന്തരപ്പെടണം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, റോമാലേഖനം 12:2. അങ്ങനെയൊക്കെ മനസ്സുമുതുക്കി രൂപാന്തരപ്പെടണമെങ്കിൽ
റോമനിലെ വിശ്വാസികളും പൗലോസ് പറയുക, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ളതാണ്. ആമേൻ. ഏത് വാളിലേക്കാളും മൂർച്ചയേറിയത്, ആത്മാവിനെ സന്ധിമഞ്ചലും വേർപെടി തുളച്ചിയില്ലെന്ന ഹൃദയത്തിന്റെ ചിന്തനങ്ങളിൽ പാമ്പുകൾ വീക്ഷിക്കുന്നതാണ്. ഇത് തന്നെയാണ് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനും പത്മോസിൽ വെച്ച് കണ്ട വചനം. ആ വചനമാണ് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഈ വചനമാണ് ന്യായം വിധിക്കുന്ന വചനം. ഹല്ലേലൂയ. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ന്യായം വിധിക്കുന്ന വചനം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നിത്യതയിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നീ ജീവനോടെ ഇരിക്കുമ്പോഴാണ് മാനസാന്തരപ്പെടേണ്ടത്. ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ മാനസാന്തരം. നിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന പാപത്തെക്കുറിച്ച് വെളിപ്പെടുമ്പോൾ, പാപം നിന്നിൽ ദൈവാത്മാവ് ഓർപ്പിക്കുമ്പോൾ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിക്കണം. അല്ലാതെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സകല ദുഷ്പ്രവൃത്തിയും ചെയ്ത് സകല ദുഷ്ടതയും ചെയ്ത് അയൽവാസിക്ക് ഉപദ്രവം, വീട്ടിലെ ഉപദ്രവം, മാതാപിതാക്കളെ ഉപദ്രവിച്ച്, ഭാര്യയെ ഉപദ്രവിച്ച്, മക്കളെ ഉപദ്രവിച്ച്, സകലരെ ഉപദ്രവിച്ച്, അയൽവാസികൾ മുഴുവൻ ദോഷം ചെയ്തിട്ട് ബന്ധുമിത്രാദികൾ നിയമത്തിനെല്ലാം നീ തടസ്സമായി ജീവിച്ചിട്ട് നീ മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ നിന്റെ മുമ്പിൽ ആളുകൾ കൂടിയിരുന്ന് പാട്ടുപാടി അനുതാപം രേഖപ്പെടുത്തിയാലും അനുശോചനം രേഖപ്പെടുത്തിയാലും, നല്ല അനുശോചന വാക്കുകൾ ജനങ്ങൾ വന്ന് പറഞ്ഞാലും, ജനസമൂഹത്തോടുകൂടി വലിയ സംസ്കാര ശുശ്രൂഷ നടത്തിയാലും, ഹല്ലേലൂയ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തിയാലും നീ നിത്യതയിൽ കാണത്തില്ല. ദൈവരാജ്യത്തിൽ കാണത്തില്ല. ഭൂമിയിലുള്ളതെല്ലാം ഇവിടെ ലഭിക്കും. ഹല്ലേലൂയ. നിത്യതയിൽ കാണണമെങ്കിൽ പാപത്തിൽ പരിഹാരം വരുത്തണം. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം നിന്നെ കൊണ്ട് കുഴിമാടത്തിൽ കുഴിയിൽ ഇറക്കി വെച്ച് അടക്കി ഒരുപിടി മണ്ണും വാരിയിട്ട് എല്ലാവരും മടങ്ങി വീട്ടിലേക്ക് വന്ന് പിന്നത്തേതിൽ മരിച്ചുപോയ നിനക്ക് വേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങൾ കൊണ്ടുപോലും നിന്നെ നിത്യതയിലെത്തിക്കാൻ കഴിയത്തില്ല. നിന്റെ പാപത്തിന് പരിഹാരം വരത്തില്ല. കുടം കമത്തി വെച്ച് വെള്ളമൊഴിച്ചതുപോലെ അതിനെല്ലാം. പക്ഷെ നിനക്ക് നിത്യതയിലെത്തണമെങ്കിൽ നീ ജീവനോടെ ഇരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് യോഹന്നാൻ വെളിപ്പാടിൽ വിളിച്ചു പറഞ്ഞത്, അവന്റെ വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാൾ പോലെ മൂർച്ചയേറിയ വചനം പുറപ്പെടുന്നു പറയുന്നത്. ഈ വചനത്തിന് നിന്നെ നിത്യതയിൽ എത്തിക്കാൻ പറ്റും. അത് നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോഴാണ് ഈ വചനം ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിങ്ങൾക്കൊരു ബോധ്യമുണ്ടായി, ഞാൻ ഇന്ന് മരിച്ചാൽ നിത്യതയിലുണ്ടാകും. ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ യേശുവിന്റെ സന്നിധിയിലുണ്ടാകും. ഞാൻ മരിച്ചാൽ ഒരിക്കലും നരകത്തിലേക്ക് പോകത്തില്ല. ഞാൻ നിത്യമായി സ്വർഗത്തിൽ എന്റെ യേശുവിനോട് കൂടെ നിത്യത മുഴുവൻ വാഴും. മാത്രമല്ല 1000 ആണ്ട് വാഴ്ചയിൽ യേശു സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് ഭൂമി വരുമ്പോൾ, യേശു വിശുദ്ധന്മാരും കൂടെ വരുമ്പോൾ ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് നിനക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഭൂമിയിൽ നീ ജീവനോടെ ഇരിക്കുമ്പോൾ യേശുവിന് വേണ്ടി നീ വേർതിരിക്കപ്പെടണം. ഹല്ലേലൂയ. യേശുവിനോടൊപ്പം വേർതിരിക്കപ്പെടാതെ ഭൂമി വിളിച്ചത് ചെയ്യാതെ മരണാനന്തരം നിനക്ക് വേണ്ടി എന്ത് ചെയ്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. വാഴ വെട്ടിയിട്ട് പിന്നെ കൊണ്ട് പിണ്ടിക്ക് വളമിട്ടാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ വാഴപ്പിണ്ടിയിൽ പിന്നീട് ഫലം കായ്ക്കത്തില്ല. പ്രൈസലോ. കുലച്ച വാഴ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പിണ്ടി നഷ്ടപ്പെട്ടു. അതിന് പിന്നെ ഫലമെടുക്കാൻ പറ്റത്തില്ല. നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ പാപപ്രവൃത്തികളെ നീ ഉപേക്ഷിച്ച് കളയണം. നിന്റെ പാപ സ്വഭാവത്തെ നീക്കിക്കളയണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാൾ എന്നത് 2 വശവും, ഹല്ലേലൂയ, വെട്ടാൻ പറ്റിയതാണ്. ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാൾ എന്ന് പറഞ്ഞാൽ ആ വാള് കൊണ്ട് 2 സൈഡും വെട്ടാം. ഹല്ലേലൂയ. 2 സൈഡും കൊണ്ടും അത് വെട്ടാൻ പറ്റിയതാണ്. അത് വചനത്തെ കേൾക്കുന്നവരെയും ന്യായം വിധിക്കുന്നവരെയും വചനം പ്രസംഗിക്കുന്നവരെയും എല്ലാം ന്യായം വിധിക്കും. അപ്പൊ ഈ 2 സൈഡും കൊണ്ടും വെട്ടാൻ പറ്റിയ ദൈവത്തിന്റെ ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാളാകുന്ന വചനം പാപികളെയും വിശുദ്ധന്മാരെയും ന്യായം വിധിക്കും. വചനം ശുശ്രൂഷിക്കുന്നവരെയും വചനം കേൾക്കുന്നവരെയും ന്യായം വിധിക്കും. ഞാൻ ഈ വചനം പറയുമ്പോൾ, ഹല്ലേലൂയ, രക്തം ഈ വചനം എന്നെ ന്യായം വിധിക്കുമെന്നാണ്. കർത്താവായ യേശുക്രിസ്തു ന്യായം വധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തലുള്ള മൂർച്ചയേറിയ ഈ വാളാകുന്ന വചനം, ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നെങ്കിൽ എന്നെ ന്യായം വിധിക്കുമെന്ന്. എന്റെയും ന്യായം വിധിയിലൂടെ മാത്രമേ എനിക്കും ദൈവരാജ്യത്തിലൂടെ കടന്നില്ലാൻ കഴിയുള്ളൂ.
ഞാൻ ഭൂമിയിൽ ചെയ്യുന്ന പാപങ്ങൾ, എന്റെ സംസാരം കൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ നിരൂപണങ്ങളില് എന്നിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ, ഞാൻ അറിഞ്ഞു അറിയാതെ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ എല്ലാം ദൈവത്തിന്റെ വചനം കൊണ്ട് ന്യായം വിധിക്കും. ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നേരിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ അഭിഷേകത്തെ നിറയപ്പെട്ട് ദൈവവചനം പ്രസംഗിക്കുന്നെങ്കിലും ആനൂദീന ജീവിതത്തിൽ വരുന്ന പാപ സ്വഭാവങ്ങളെ ദൈവത്തിന്റെ വചനത്താൽ ദൈവം ന്യായം വിധിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും, രക്തം ചെയ്യും. അപ്പൊ ശുശ്രൂഷിക്കുന്ന ദൈവഭക്തന്മാരെ വരെ ഇങ്ങനെ ദൈവത്തിന്റെ വചനം ന്യായം വിധിച്ച് ശുദ്ധീകരിക്കുന്നെങ്കിൽ ഒരു പാപിയെ എത്രമാത്രം ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ശുദ്ധീകരിക്കും. അവിടെ എന്റെ മാതാവ്, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 9-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 27-ാമത്തെ വാക്യത്തിലെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകത്രേ ആമേൻ ചെയ്യുന്നത്. പൗലോസ് പറയാ, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കുവാൻ എന്റെ ശരീരത്തെ ഹല്ലേലൂയ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകത്രേ ചെയ്തെന്ന്. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24 തൊട്ട് വാക്യങ്ങൾ വായിക്കണം. 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ വാടാത്ത കിരീടം പ്രാപിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. ഇങ്ങനെ എഴുതിക്കുന്നു: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അപ്പൊ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരുണ്ടെങ്കിലും ഒരുവൻ മാത്രമേ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളും ഓട്ടക്കളത്തിലൂടെ ബിരുദ പ്രാപിക്കുവാൻ വേണ്ടി, കിരീടം നേടുവാൻ വേണ്ടി, സമ്മാനം നേടുവാൻ വേണ്ടി നിങ്ങളും ഓടണം. എന്നിട്ടുണ്ട് അംഗം പൊരുതുന്നതിനൊക്കെയും സകലത്തിനും വർജനമാചരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഭൂമിയിൽ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ, ഈ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സകലത്തിനും വർജനം പ്രാപിക്കണം. അല്ലെങ്കിൽ അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടത് തന്നെ. ലോകമനുഷ്യൻ വാടിപ്പോകുന്ന കിരീടം പ്രാപിക്കും. അല്ലെങ്കിൽ എന്നൊരു ആത്മീയൻ എന്താണ്? അവൻ വാടാത്ത കിരീടം പ്രാപിക്കും. വാടാത്ത കിരീടം പ്രാപിക്കണമെങ്കിൽ വചനത്താൽ നാം രൂപാന്തരപ്പെടണം, വചനത്താൽ നാം ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കുവാൻ. അപ്പം നമ്മൾ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ എന്തിനാണ് പ്രസംഗിക്കുന്നത്? മറ്റുള്ളവരോട് പ്രസംഗിച്ചേച്ച് നമ്മൾ കൊള്ളരുതാത്തവനായി തീരാതിരിക്കുവാൻ നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. പൗലോസ് പറയാ, ഞാൻ മറ്റുള്ളവർ പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കുവാൻ വേണ്ടി എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയാണ്. അപ്പൊ പൗലോസ് പോലും ദൈവത്തിന് വചനം ശുശ്രൂഷിക്കുമ്പോൾ താൻ മറ്റുള്ളവർ പ്രസംഗിക്കുക മാത്രമല്ല, തന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുക, പാപത്തിലേക്ക് വീഴാതിരിക്കുവാൻ. ഇന്നത്തെ പ്രസംഗരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ദിവ്യാഗ്രഹം ഉള്ളിക്കേറി, ജഡമോഹ ഉള്ളിക്കേറി, ലൗകിക സ്നേഹം കയറി, ലൈംഗിക പാപത്തിലേക്ക് വീണ് അനവധി ആളുകൾ പാപം ചെയ്ത് ദൈവത്തിന് അകന്നുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ പ്രസംഗിച്ചിട്ട് മറ്റുള്ളവർ പ്രസംഗിച്ച് ഉപദേശം പറഞ്ഞിട്ട് പലരും പാപത്തിൽ വീഴുന്ന കാലഘട്ടമായി ഇത്. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് വീണിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ഞാൻ മറ്റുള്ളവർ പ്രസംഗിച്ച ശേഷം, അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയ. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ ഈ വചനം, ദൈവത്തിന് വചനം മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വചനം പൗലോസിന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്, പൗലോസിന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചിന്തകളെ എല്ലാം പുറത്തു കളഞ്ഞ് തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കർത്താവിന് വേണ്ടി അടിമയാക്കുക. അപ്പൊ പൗലോസ് ആരായിരുന്നു? കർത്താവിന്റെ അടിമയായിരുന്നു, കർത്താവിന്റെ ദാസനായിരുന്നു. ഇന്നത്തെ കാലത്ത് കർത്താവിന്റെ ദാസനെ എന്ന് വിളിക്കുന്ന പോലും ചിലർക്ക് ഇഷ്ടമില്ല. കർത്താവിന്റെ ദാസനെ, കർത്താവിന്റെ ദാസിയെ എന്ന് വിളിക്കുന്ന പോലും ചിലർക്ക് ഇഷ്ടമില്ല. ഒരിക്കൽ ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്, എനിക്കറിയാവുന്ന സംഭവം കൂടെ കേട്ടോ. ഒരു സഹോദരി വലിയ ഉന്നതമായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ദൈവസഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുക. ആ സഭയിൽ കിടന്ന ഒരു പാസ്റ്റർ കർത്താവിന്റെ ദാസി എന്ന് വിളിച്ചു. കർത്താവിന്റെ ദാസി എന്ന് വിളിച്ചപ്പോഴത്തേന് ആ സഹോദരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ആ പാസ്റ്ററുടെ സ്ഥലം മാറ്റി വരിച്ചത്. ആ പാസ്റ്ററോട് പറഞ്ഞു വിട്ടു, ഇനി നിങ്ങളോട് വിശ്വസിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെയുള്ള ഇന്നത്തെ കാലത്ത് കർത്താവിന്റെ ദാസനെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ അടിമയാണോ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ റെവറന്റ് ഡോക്ടർ എന്നൊക്കെയാ റെവറന്റും ഡോക്ടറൊക്കെ നോക്കി വായിക്കണം, വലിയ എന്നൊക്കെ വിളിച്ചു പറയുന്നത്. ഇവിടെ കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി, കർത്താവിന് വേണ്ടി അടിമയായി മാറിയവൻ അവന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കും. അല്ലേരിയ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വാൾ അല്ലേരിയ ഈ വചനം നമ്മുടെ ഉപബോധ മനസ്സിൽ അഹങ്കാരം കൊണ്ടുവരരുത്. നമ്മുടെ ഉപബോധ മനസ്സിൽ അഹങ്കാരത്തിലെടുത്ത് പുറത്തു കളയണം. അല്ലേരിയ വചനം. അപ്പം ദൈവം നിങ്ങളുടെ വായിൽ വെക്കുന്ന വചനത്തെ എങ്ങനെയോ പ്രസംഗിച്ച് വിടരുത്. അപ്പോസ്തലനായ പൗലോസ് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്നാണ് 2 തിമോഥെയോസ് ലേഖനം 4:2 പറയുന്നത്. ഏത് സമയത്തും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം. അപ്പം നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവവചനം പ്രസംഗിക്കാനാണ്. ഇന്നത്തെ പ്രസംഗത്തിന് സമയം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1/2 മണിക്കൂർ തന്നതും പറഞ്ഞതും കേട്ടതും തിന്നതും കുടിച്ചതും പോയതും പോയ വഴികളും വിദേശത്ത് ചെന്നതും അവർ കിടന്നതും പോയ ഹോട്ടലുകളും അവർ ഉടുത്ത വസ്ത്രങ്ങളും അവർ സ്വീകരിച്ചതും ഒക്കെ അങ്ങ് പറയാൻ തുടങ്ങും. ആദ്യത്തെ 1 മണിക്കൂർ ശുശ്രൂഷ കൊടുത്ത 1/2 മണിക്കൂർ അതങ്ങ് പറഞ്ഞു കൊടുക്കും. ഇതൊന്നും കേൾക്കാനല്ല ദൈവസഭ കൂടി വരുന്നത്. നീ പോയതും പോയ വഴിയും തിന്നതും കുടിച്ചതും കിടന്ന ഓടിച്ചും അതിന്റെ പേരും യാത്ര ചെയ്തും പോയ പാർക്കും ഇന്ന് വേണ്ട, നിന്നെ ഉൾക്കൊണ്ടതും സ്വീകരിച്ചതും പൊന്നാട അണിച്ചതും ഒന്നും കേൾക്കാനല്ല ദൈവമക്കള് വരുന്നത്. ദൈവമക്കള് വരുന്ന ആത്മാവിന്റെ വചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീ പോയ വഴിയെ കുറിച്ച് പ്രസംഗിക്കാതെ പൗലോസ് പറയുകയാണ് സമയത്തും അല്ലെങ്കിൽ സ്തോത്രം. പൗലോസ് പറഞ്ഞ സമയത്തിലും വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അവനെന്റെ വായെ മൂർച്ചയുള്ള വാളാക്കി മാറ്റി. അല്ലെങ്കിൽ അവൻ നമ്മുടെ വായെ മൂർച്ചയുള്ള വാളാക്കി മാറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ കാണുന്നുണ്ട്. അവനെന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അല്ലെങ്കിൽ അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ വെച്ചു. അല്ലേരിയ എന്ന അല്ലേരിയ. അപ്പൊ നമ്മളെ ദൈവം എന്താണ് നമ്മളെ അവൻ നമ്മുടെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി അവന്റെ കൈയുടെ നിഴലിൽ നമ്മെ ഒളിപ്പിച്ചു, നമ്മെ മിനുക്കിയ അമ്പാക്കി അവന്റെ പൂണിയിൽ വെച്ച്. ദൈവം നമ്മെ സൂക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമേ പ്രസംഗിക്കാവുള്ളൂ. യെശയ്യാ പ്രവാചകൻ പറയുക, അവനെ മിനുക്കി അമ്പാക്കി യെശയ്യാ പ്രവാചകനെ രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രവാചകന് ദൈവവചനം പ്രസംഗിക്കാനേ സമയമുള്ളൂ. നിങ്ങൾ ഈ വേദപുസ്തകം 66 പുസ്തകം വായിക്കുക. 66 പുസ്തകം വായിച്ചിട്ട് നിങ്ങൾ അപ്പോസ്തലന്മാര് അടക്കം എഴുതിയ വചനം എഴുതിയവരെ കുറിച്ച് വായിക്കുക. അവര് പോയതും തിന്നതും കുടിച്ചതും ഒന്നും അല്ല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നിത്യജീവനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുക, ദൈവവചനത്തെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. ആ വചനം നിന്റെ മാനസാന്തരേക്ക് കൊണ്ടുവരണം. നിന്റെ പാപബോധം വരുത്തണം. നിന്റെ അശുദ്ധിയെ നീക്കിക്കളയണം. അല്ലേലിയ അശുദ്ധിയെ നീക്കുക. യഥാർത്ഥ വചനം സഭയിൽ പ്രസംഗിച്ചാല് വിശ്വാസികൾ ഇരിക്കത്തില്ല. വചനം കേട്ടാൽ അവന്റെ ഉള്ളിലെ പാപബോധം ഉണ്ടാകും. അതുകൊണ്ട് വചനം കേൾക്കാതിരിക്കുന്നത്. എല്ലാവർക്കും പ്രവചനം, ഭൂതങ്ങൾ അലറണം, ഓടണം, ചാടണം, തുള്ളണം, അവരെ കുറിച്ച് ഇവർക്ക് പിടിക്കണം. പിന്നെ സഭയിൽ വരുന്നൊരു രഹസ്യമായ വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് പാസ്റ്റർ കൊടുക്കണം. പാസ്റ്റർ മൈക്കൂടെ വിളിച്ചു വേണം. പാസ്റ്റർ വലിയ പ്രവാചകരായി മാറണം. ഇന്ന് വേണ്ട എന്തെല്ലാം കോലാഹലങ്ങളെ സഭയെ കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെയല്ല. ദൈവത്തിന്റെ വചനം ദൈവാത്മാവ് തരുന്നത് മാത്രമേ പറയാവുള്ളൂ. ദൈവാത്മാവ് പറയുന്നത് നിന്നെ മിനുക്കി അമ്പാക്കി ദൈവത്തിന്റെ പൂണിയിൽ വെച്ച് അവന്റെ വചനം ഇരുവായത്തിലുള്ള വാൾപോലെ നിന്റെ നാവിലേക്ക് തരുമ്പോൾ ആ വചനം മനുഷ്യനോട് വിളിച്ചു കൊള്ളണം, ലോകത്തോട് വിളിച്ചു കൊള്ളണം, അധികാരിയോട് വിളിച്ചു കൊള്ളണം, ഭരണ സംവിധാനങ്ങളോട് വിളിച്ചു കൊള്ളണം, മാടികൂടാതെ ലജ്ജകൂടാതെ ധൈര്യത്തോടെ വിളിച്ചു പറയണം. അല്ലേലൂയ. എങ്കിലേ മനുഷ്യൻ മാനസാന്തരം വരുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അല്ലേലൂയ. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ അത് വാളായി വെളിയിൽ വരുന്നതിനാൽ മനുഷ്യന്റെ തത്വജ്ഞാനങ്ങൾക്ക് അതിനെ ഒതുക്കുവാൻ കഴിയില്ല. കള്ളങ്ങൾക്കും കള്ള പ്രവാചകന്മാർക്കും കളവ് ചെയ്യുന്നവർക്കും കഥകൾക്കും കള്ള പുരാണങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും ഒന്നും ഈ വചനത്തിന് പോയി പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. കാരണം ക്രിസ്തുവിന്റെ വചനം വാൾ വചനമാകുന്ന വാൾ അത് പാപബോധം വരുത്തുന്നതാണ്. അല്ലേലൂയ. ആ വചനം അല്ലേലൂയ നിങ്ങളെ രൂപാന്തരപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ ദൈവവചനത്തിന് മുമ്പിൽ മറ്റ് യാതൊന്നിനും പിടിച്ചു നിൽക്കാൻ കഴിയും. ഒരു തത്വജ്ഞാനങ്ങൾക്കും തത്വചിന്തകൾക്കും ഒരു ഇഷ്ടങ്ങൾക്കും ഒരു ഐതിഹ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ്. അതുകൊണ്ടാണ് ഈ വചന പ്രസംഗം പലരും എതിർക്കുന്നത്. പലർക്കും ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ പാപബോധം ഉള്ളി വരുമ്പോൾ പലരുടെയും രക്തം തിളയ്ക്കും. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ,
ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ജീവിതത്തിലെ പാവങ്ങൾ നീ ഏറ്റുപറഞ്ഞ് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വായിച്ചു പറഞ്ഞ അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. ഈ വചനം നിന്റെ കുടുംബ ജീവിതത്തെ ക്രമീകരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം മാറണം. അമ്മയും മരുമോളും തമ്മിലുള്ള അമ്മായിയും മരുമോളും കലഹം മാറണം. അയൽവാസികളുടെ പ്രശ്നം മാറണം. സഭയ്ക്കകത്തെ പ്രശ്നങ്ങൾ മാറണം. നീ രൂപാന്തരപ്പെടണം. നിരുബോധ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപങ്ങളെ നീ ഏറ്റുപറയണം. കണ്ണുകളുടെ ചാട്ട് ആരെങ്കിലും പാപത്തിൽ വസിച്ചിന്നും സമാധാനമില്ലാതെ കഴിയുന്നെങ്കിൽ ഇന്ന് പകൽ എന്നോട് പേറ്റു പറയും, കർത്താവേ, ഈ വചനം എന്നെ രൂപാന്തരപ്പെടണം. ഈ വചനം എന്നെ ശുദ്ധീകരിക്കണം. എന്റെ അകൃത്യങ്ങൾ നീക്കി നീക്കി എനിക്ക് ആ നിത്യജനെ പ്രാപിച്ച് നിത്യത്തിൽ അങ്ങോടൊപ്പം ആ നിത്യത മുഴുവൻ വാഴുവാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച സകല പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനായി പിതാവുമായി സ്വീകരിച്ച് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി ഈ വചനം കേട്ടുകൂടി സകല ജനത്തെ കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളായി 800 കോടി ജനത്തെ ദേശീയ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണവിധ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഭരിക്കുന്നത് രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ ജനതയും ഞങ്ങളുടെ കരസേന, വ്യോമസേന, നാവികസേനയ്ക്ക് അതിർത്തികൾക്ക് സൈന്യത്തിനായി പോലീസിന്റെ ശിക്ഷകൾ, ജുഡീഷ്യൽ വിഭാഗങ്ങളെ, അധികാരികളെ, ഭരണ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവരെ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെ, സകല മേലും പൊതുവെയായിരിക്കും വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല, ക്രമസമാധാനം, വിഭാഗങ്ങളെയും അമിച്ച് കരയിലും കടലും ആകാശം ഭാഗലൂടെയും ആദ്യ യാത്രയും നിർമ്മിത സെയിൽസ് ചെയ്യുന്നവരെ, കടലോര വാസികൾ, തീരദേശങ്ങൾ പാർക്കുന്നവർക്കായി മത്സരത്തിൽ കടന്നുപിടിക്കുന്നവരെ, കനികളിൽ തമ്മിലും ഫാക്ടറി ജോലികൾ, വഴിയോര കച്ചവടക്കാർ, വലിയ വ്യവസായികൾ, വ്യാപാരികളെ ഓർത്ത് പ്രാർത്ഥിച്ചു. ക്ഷീരമേഖലയിൽ, കാർഷിക മേഖലയിലായിരിക്കും, പൊതുമേഖലയിലായിരിക്കും എല്ലാവരെയും കർത്താവിയെ കൺഷൻ കനി ഓട്ടോ രംഗത്ത്, യൂണിയൻ രംഗത്ത് ജോലി ചെയ്യുന്ന ശൈശവത്തിൽ, ബാല്യ, കൗമാര, യുവനത്തിൽ വാർന്നില്ല വൃത്താശാന യാചർ, എല്ലാ മത, സാമൂഹിക, സംസ്കാര, ജനത, മാധ്യമ, മീഡിയ രംഗത്ത് നിൽക്കുന്നവർ, വിദേശ രാജ്യം കഷ്ടത്തിൽ വേദന കടന്നു പോകുന്നവർ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന രോഗാവസ്ഥയിൽ, മരണാവസ്ഥയിൽ കിടന്ന് മദ്യത്തെ മൈക്കും മനസ്സിലേക്ക് അടിപ്പെട്ട് എല്ലാ തീവ്രവാദ വർഗീയത അകപ്പെട്ട് കിടക്കുന്ന എല്ലാ ജനത്തെയും ഇന്ന് പകൽ രൂപാന്തരപ്പെടുന്ന ദൈവത്തിന്റെ വചനം തങ്ങളുടെ പാപങ്ങളെ വിട്ട് മടങ്ങി വന്ന് ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളായി ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാപ്തി കർത്താവിന്റെ വരവെങ്കിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ മുന്നിൽ മരണമാണ് സംഭവിക്കുന്നത് നിത്യതയെ കാണുവാൻ കർത്താവിന്റെ വരവാണെങ്കിൽ കർത്താവ് എടുക്കപ്പെടുവാൻ ഇന്ന് പകൽ ഈ വചനം കർത്താൻ ജനത്തെ രൂപപ്പെടുത്തണമേ. സകല ജനങ്ങൾ പാപം വിട്ട് മടങ്ങി വന്ന് കുടുംബത്തിലും സമൂഹത്തിലും ജീവിതത്തിലും ജോലിയിലും എല്ലാ മേഖലയിലും ശുദ്ധീകരിക്കപ്പെടും പുതിയ മനുഷ്യനായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ പ്രത്യാശയുള്ളവരായി തീർക്കണമേ പ്രാർത്ഥിക്കുന്നു. തലമുറയെ കർത്താൻ ശുദ്ധീകരിക്കണമേ, മാനസാന്തരം കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.